ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ OG ലവിയാത്തൻ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമാണ്. സോ ഗായ്സ്, നമ്മൾ അതിന് മുമ്പേ കളിക്കാൻ പോണ ഗെയിമിൻ്റെ പരിപാടിന് മുമ്പേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ബിക്കോസ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, കറണ്ടില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ പോകും, കറണ്ട് പോകും, കുറേ പ്രശ്നം. പിന്നെ എൻ്റെ ലാപ്ടോപ്പിന് ചെറിയ ഇതായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ അങ്ങനെ അവസാനം അതൊക്കെ ഫിക്സ് ചെയ്ത് ഞാൻ അവസാനം കുറേ നാളെ വീഡിയോ ഇടാൻ വിഷമമായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം റെഡിയാക്കി അവസാനം ഒരു പുതിയൊരു ഗെയിമായിട്ട് വന്നില്ല. വേറൊരു വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈ സോംബി അപ്പോക്ലിപ്സിൻ GTA 5 എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കി നടന്നില്ലല്ലോ. കുറച്ചുകൂടെ ലാഗാവും കഴിച്ചാൽ. ബിക്കോസ് ഞാൻ GTA 5 ലെഗസിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ലെഗസി അൺഇൻസ്റ്റാൾ ആക്കിക്കണം ബിക്കോസ് എൻഹാൻസ്ഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഗസിയാ. ബട്ട് അതൊന്നല്ല നമ്മുടെ കാര്യം. നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് സ്ട്രീമർ ലൈഫ് സിമുലേറ്റർ. ഓക്കെ, എല്ലാവർക്കും ഈ ഗെയിം അറിയായിരിക്കും. അതായത് നമ്മളൊരു സ്ട്രീമറാണ് സ്ട്രീമർ. അപ്പം നമുക്ക് ഒരു വലിയൊരു PC സെറ്റപ്പ് വേണം, ഭയങ്കര അടിപൊളിയായിരിക്കണം, വലിയ യൂട്യൂബർ ആവണം. അങ്ങനത്തെ സെറ്റപ്പൊക്കെ വേണ്ടി ഒരു അടിപൊളി ഗെയിമാണ്. അതായത് ഞങ്ങളെപ്പോലൊക്കെയുള്ള ആൾക്കാരുടെ വലിയ ഡ്രീം നടത്താൻ ഈ ഗെയിമിനെ കൊണ്ട് ഗെയിമിനകത്തേലും കളിച്ച് അതാണ് ഇങ്ങനെ. പിന്നെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഗെയിമിനകത്തെ സംബന്ധിച്ചാൽ നമ്മുടെ ക്യാരക്ടർ കസ്റ്റമൈസേഷനാണ് ഗൈസ്. ക്യാരക്ടർ സോ ഇതാണ് നമ്മുടെ ക്യാരക്ടർ ബൈ. ഓക്കെ, അപ്പം ക്യാരക്ടറിൻ്റെ ഷർട്ട് മാറ്റാൻ പറ്റുമോ? ഇത് ബ്ലാക്ക് ബനിയൻ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഹെയർ എന്താണ് ഇതെന്താ മിഡിലേച്ചറാ? ഇതെന്താ നമുക്ക് തോന്നി ബ്ലാക്ക് കളർ മതി. ഐസ് ലാർജായി, അലിഗേറ്ററായി, ക്യാറ്റായി, ഡിഫോൾട്ടായി. അപ്പോൾ ഡിഫോൾട്ട് തന്നെ മതി, ഡിഫോൾട്ട് ബ്ലാക്ക്. നമ്മളെല്ലാം ബ്ലാക്കാണ്. എന്താണെന്ന് ചോദിക്കുന്നത്, നമ്മളെല്ലാം ബ്ലാക്കാണ്. അതാണ് ചോദിച്ചത്. ഓക്കെ, പിന്നെ ബൈ ഈ ഗെയിമിന് പ്രത്യേകത ഉണ്ട്. അതായത് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നോർമലായിട്ടല്ല, ഇൻഫിനിറ്റ് മണി. ഓക്കെ, എന്ത് വേണം ഈ ഗെയിമിൽ ചെയ്യാം, ഇൻഫിനിറ്റ് മണിയാണ്. അതായത് എന്ത് സാധനം വേണം മതി. അതായത് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമുക്കിപ്പം കഷ്ടപ്പെടുണ്ടാക്കണ്ട. ഗൈസ്, ഈ ഗെയിമിനകത്ത് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സോ അത് കാരണം നമ്മൾ കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അൺലിമിറ്റഡ് മണിയാണ് ഉണ്ടാക്കുന്നത്. സോ ഓക്കെ, അൺലിമിറ്റഡ് മണി നമ്മൾ ഇൻഫിനിറ്റ് ആയിരിക്കും. അല്ല, അത് പറഞ്ഞാണല്ലോ ഈ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ കൊടുക്കാൻ പോകണം. ഗൈസ്, ബൈ ദ വേ അപ്ലൈ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ അപ്ലൈ ദ ചേഞ്ചസ്, ഗോ അഹെഡ്. ഗൈസ്, നമ്മളിത് നമ്മുടെ ഗെയിമിലോട്ട് കിടന്ന് പെട്ടെന്ന് ലോഡാവ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗെയിമിനകത്തോടെ പിന്നെ അട്ടിയാ പിന്നെ ഇല്ലെന്നാ ക്ലോസ് ചെയ്യണം. ഓ, ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലല്ലേ. എന്നത് വാട്ട് ഹാപ്പൻഡ്? ഈ മോസിയാ എൻ്റെ പേരുണ്ടാവും. മോസി ദിസ് പ്ലേസ്. വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ? Don't you remember that was night? What a night? What happened? Well, that happened last night. Oh, I can't explain right now, man. I'm about to faint. Faint on money. Money. I said buy a computer. The computer is in front of now off. Okay. വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. In conversation. സോ ദേ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ PC എന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ PC നമ്മളെ കൊണ്ടുപോയി അസംബിൾ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. PC അസംബിൾ ചെയ്യാൻ. ഓ, ഇതാണ് നമ്മുടെ കാറ് തന്നെ ആണോ? അപ്പോൾ നമുക്ക് പോയി PC എടുത്തുകൊണ്ട് വരാം. ഈ സംഭവം എല്ലാം നമ്മൾ എടുക്കണം. ഈ പ്രസ് ടു ഗെറ്റ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ഹോൾഡ് ടു പുട്ട് ഇൻ ദ ബാഗോ.
ഈ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹോൾഡ് ചെയ്തു. ഇൻവെന്ററി എങ്ങനെ എടുക്കുന്നേ? PUK. അതിനൊക്കെയപ്പോൾ വന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിൽ നമുക്ക് 4 സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം. ഓക്കെ, അപ്പം കീബോർഡ് എടുക്കണം. അപ്പം കീബോർഡ് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കീബോർഡ് ഞെക്കി പിടിച്ചു. ഇനി ലെജൻഡറി മോണിറ്റർ വേണ്ട, ലെജൻഡറി മോണിറ്റർ വെറുതെ അല്ല, ലെജൻഡറി. ഓക്കെ, നമ്മുടെ സിമ്പിൾ മൗസ് ഇപ്പോഴും സിമ്പിളായിരിക്കും ഗസിയ. MTU 950U, MTX 950U. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ കയ്യിൽ പിടിച്ചോണ്ട് പോകാം ഗസിയ. ഓക്കെ, അപ്പം കാർ ട്രങ്ക് E2 ഈ ആണല്ലോ ഡേ. എന്നാ കുറഞ്ഞ ഇതിനകത്തോട്ട് വെക്കണ? കാർ ട്രങ്കിലോട്ട് വെക്കണം ഗസിയ. ഇതെല്ലാം ഇങ്ങനെ വെക്കണ? ഇങ്ങനെയാണല്ലേ? അത് തന്നെ. ഇതെല്ലാം നമുക്ക് ട്രങ്കിനകത്തോട്ട് വെക്കണം. ഓക്കെ, അത് നമുക്ക് ട്രങ്കിനകത്തോട്ട് വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കണം. ഗാറൂസ് മെയിൻ ബോർഡാ. ഏത് ബാഗിനകത്തോട്ട് ഇരിക്കട്ടെ? ബാഗിനകത്ത്, എല്ലാം ബാഗിനകത്ത് നമുക്ക് വെക്കാം ഗസ്. ബാഗാണ് എളുപ്പം തോന്നുന്നു. അല്ലേ മറ്റേ കയ്യിലൊന്നും മറ്റേ കുറേ നേരം മറ്റേ എന്തോ ലോഡിങ്ങാ എന്തൊക്കെയോ തേങ്ങാനുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളുള്ളൂ. ഇനി വേറെ വല്ലതും ഉണ്ടോ? വേണ്ട, ചോദിക്കാൻ പോകണ്ട, ഓരോ കറിയും കൂടെ കിട്ടും. ഓക്കെ, ഇനി കാർ ട്രങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. കാർ നമ്മൾ ഓപ്പൺ ചെയ്തു, ഇതിനകത്തോട്ട് ഇനി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ കാര്യവും വെച്ചു. ഇനി നമ്മൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. ഓക്കെ, വണ്ടി ഓടിക്കാം. വണ്ടി ഓടാതെ ഹാൻഡ് ബ്രേക്ക് എടുക്കാം. H2 ഹാൻഡ് ബ്രേക്ക്. ബാക്കി എല്ലാ കൺട്രോളും ഓക്കെയാണ്. അപ്പം ID ചെയ്തേക്കാം ഇത്. ഭയങ്കര സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ആണല്ലോ. ഭയങ്കര സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ കാറൊക്കെ ഓടിക്കണം റിയൽ ലൈഫിലൊക്കെ പയ്യല്ലേ തിരിക്കും. ഇത് കണ്ടില്ലേ? ഇതിനൊന്നുമില്ല, ഇവനത്തൊക്കെ സിമ്പിളാണ്. ഇതൊക്കെ നിസ്സാരം. ഓക്കെ, അപ്പോൾ അതേ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ട് ആ മഞ്ഞ കളർ വീട് കാണിക്കുന്നിടത്തോട്ടാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. 600-500 മീറ്റർ ഉണ്ട്. അതാണ് സംഭവം. അൺലിമിറ്റഡ് മണിയാണ് ഗേസ്, നമുക്ക് എന്ത് വേണം ചെയ്യാം. കുറച്ച് വെറൈറ്റി അല്ലേ ഗേസ്? നമ്മുടെ സാധാരണ എല്ലാ ഗെയിമിനും നമ്മൾ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുവാണ്. കഷ്ടപ്പെട്ട് ഒരു പാട്ടൊക്കെ കേൾക്കുന്നേ. ചേച്ചി മാറ്. ചേച്ചിയാണോ ചേട്ടനാണോ? എന്തൊരു വില്ലേജ് അടി ഇത്. ഒരു ഊള വില്ലേജ് ഡേ, കൊള്ളത്തില്ല. വാട്ട് ബ്രോ? ചേട്ടാ മാറ്, ചേച്ചി മാറ്. ഏതാ ചേട്ടൻ, ഏതാ ചേച്ചി? എന്തൊരു തേങ്ങയാടേ. ക്യൂ അടിച്ച്. ഇതാണ് അപ്പം നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്. ഞാൻ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ് ഒക്കെ കളിക്കണ കണ്ടിട്ടുണ്ട് ഗേസ്. ഷെൽഫ് ഇത് നമുക്ക് ബിൽഡ് ചെയ്യണം ഗേസ്. ബിൽഡ് ചെയ്യാൻ ഇതായിരുന്നാ മറ്റേക്ക് പിടിച്ച്. ഞങ്ങൾക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ലേ ശരിക്കും. ഇതാണ് ഏസ് ബിൽഡ് ചെയ്യുന്ന കീ. ഓക്കെ, സെറ്റ്. ഓക്കെ, അതവിടെ വെച്ചു. ഇതൊക്കെ ഇതുണ്ടായിരുന്നല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. കയ്യിലെടുക്കാം. നമുക്ക് ഇവിടെ വെച്ചാൽ പോലെ കേസ്. ഇവിടെ റൂമുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് വെച്ചാലേ കേസ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വെക്കാം. നമുക്ക് അതല്ലേ ഒരു വെറൈറ്റി അല്ലേ? ഇപ്പോൾ PC ഒക്കെ വല്ല ഇടുക്കാച്ച് നമുക്ക് PC സെറ്റപ്പ് നമുക്ക് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള PC സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് നല്ല അടിപൊളി PC സെറ്റപ്പ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് PC എടുക്കണം. ഇതിൽ നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാ സാധനവും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. കീബോർഡ് ഇപ്പം നമുക്ക് ഈ 4 സാധനം എടുത്തുകൊണ്ട് പോവാം. ആദ്യമായിട്ട് വെക്കേണ്ടത് ഈ മോണിറ്ററാണ്. സോ അത് കൈ പിടിക്കാം. ഓക്കെ, അവിടെ ചെന്ന് ഇൻവെൻട്രിയിൽ നിന്ന് ഇതെല്ലാം ഓരോന്നും നമുക്ക് എടുത്ത് വെക്കണം ഗൈസ്. അപ്പോൾ ഓരോന്നും വെച്ചിട്ടും കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇത് നമുക്ക് മറ്റേ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇതെന്തൊരു താമസം ഇതാവാൻ.
പറഞ്ഞിട്ട് അല്ലേ പഴയ കമ്പ്യൂട്ടർ അല്ലേ, കുറേ നേരം എടുക്കും. www.com നമുക്ക് എന്താ എടുക്കണ്ടേ? ജാമാസോറാടേ, എടേ ജാമാസോർ അതെന്തൊരു സാധനം? ജാമാസോർ ജാമാസോർ എടുത്താല? അയ്യേ എന്ന് ലോഡായി വരാനാ? 2000 years later. ഓക്കെ, ഞാൻ സാമാസോർ എന്ന് പറഞ്ഞ ഈ സംഭവത്തിൽ കയറി നോക്കി. ഭയങ്കര സ്ലോ ആണ് ഗീസ് നമ്മുടെ സംഭവം. അപ്പോൾ ഇത് ഇവിടെ ഫാസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ നോക്കി. അപ്പോൾ കണ്ടാന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എടുക്കുക, അതെടുത്തിട്ട് ഫാസ്റ്റ് നെറ്റ് ഓൺ ചെയ്യുക. അതായത് സ്പീഡിൽ കിട്ടുന്ന നെറ്റില്ലേ അതങ്ങ് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫാസ്റ്റ് നെറ്റ് ആവാൻ എന്ത് സ്ലോ ആടേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 8 Mbps ബൈ GB എങ്ങനെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ സ്പീഡായി ഗേസ്. ഇതങ്ങ് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. ശേ, ഇനി നമുക്ക് ജാമാസോർ എടുക്കാം. ജാമാസോറാണോ ഇപ്പോൾ എടുക്കേണ്ടത്? നോക്കാം ഗേസ്. ആദ്യം തന്നെ നമുക്ക് അൺലിമിറ്റഡ് മോഡ്. എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് ഞാൻ കാണിച്ചു തരാം ഗേസ് എനിക്ക്. CD ബാങ്ക്, CD ബാങ്ക് എന്താ ഗേസ്, ടോട്ടൽ മൈൻ്റെ അക്കൗണ്ട്. പൈസക്കാരനാണ് ഗേസ്, പൈസക്കാരൻ, ഭയങ്കര പൈസക്കാരനാണ്. എന്ത് അപ്പം നമുക്ക് ഞാൻ ഭയങ്കര ഹംഗ്രി ആണെന്നാണ്. ഒയ്യോ 3% വിശപ്പോ. എടേ നീ എങ്ങനെ പിടിച്ചു തന്നടേ? ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്താലോ? അതുവരെ പിടിച്ചിരിക്കാൻ പറ്റുമായിരിക്കും. ഇതുകൂടെ അങ്ങ് ആഡ് കാർട്ട് ചെയ്ത് കംപ്ലീറ്റ് പേയ്മെന്റ്. A few moments later. 0. അയ്യോ വിശപ്പ്. അല്ല ഫുഡ് വന്നു കറക്റ്റ് ടൈമിങ്ങടെ. ഈറ്റ്. അങ്ങനെ അത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, യു ഷുഡ് ഡു യുവർ ടോയ്ലറ്റ്. അയ്യോ ഇവിടെ ടോയ്ലറ്റ് ഇല്ലല്ലോ. അതിപ്പോൾ എന്നാ ചെയ്യും ഗൈസ്? ഇവിടെ എങ്ങനെ ടോയ്ലറ്റ് ഇല്ല. നമുക്ക് ടോയ്ലറ്റ് ഓർഡർ ചെയ്താലോ? ചുമ്മാ നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ ഇതാണ് ചെയ്യണ്ടേ. ഓക്കെ, റിയൽ എസ്റ്റേറ്റ്. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന സംഭവം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വീട് മേടിക്കാൻ പറ്റും. ദ ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും അടിപൊളി വീട്. കണ്ടോ, ഇത്ര നെറ്റ്വർക്ക് പാക്കേജ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ വീടങ്ങ് ബൈ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ബാലൻസാണ് $160. തേങ്ങ കൊല. ബാങ്കിൽ പോവുക. ബാങ്കിൽ പോയിട്ട് ഗൈസ് നമ്മൾ CD ബാങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. CD ബാങ്കിൽ ലോഗിൻ ചെയ്തിട്ട് ട്രാൻസ്ഫർ ടു കാർഡ്. ഈ $190 വെച്ചേ കയറുന്നുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി 18,000 രൂപ ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും കുറയത്തില്ലായിരുന്നു. ഇനി ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നുണ്ട് ഗൈസ്. അത് നമ്മളിപ്പോൾ എങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ശരി കാര്യം ടോയ്ലറ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? മേടിച്ചില്ലേ? മേടിക്കാം. ഓണ്ടായി. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പം 556 രൂപ. ഇപ്പം നമുക്ക് ടോയ്ലറ്റ് ഓർഡർ ചെയ്യാം. ആമസോണിലുണ്ടോ? ഫർണിച്ചർ താഴോട്ട് പോയി നോക്കാം. ടോയ്ലറ്റ്. ഓക്കെ, അപ്പം ടോയ്ലറ്റിനകത്ത് നല്ലൊരു ടോയ്ലറ്റ്, ഏറ്റവും കൂടിയ ടോയ്ലറ്റ് ഏതിയേ അത് തന്നെ. അത് ആഡ് ടു കാർട്ട് കംപ്ലീറ്റ് പേയ്മെൻറ്റ്. ഇതിനും ക്രെഡിറ്റ് കാർഡ് വേണോ? ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ഒരു തേങ്ങ നടക്കില്ലെന്നു കേസ്. അപ്പോൾ കേസ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ 2,751 രൂപയായി. ഇനി എന്തായാലും ചോദിക്കത്തില്ലേ, ടോയ്ലറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ടോയ്ലറ്റ് പർച്ചേസ് ചെയ്ത് രാവിലെ നമുക്ക് പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ തുറന്ന് ഓൾറെഡി ഒന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യൂ അടിക്കുക, നമ്മൾ പോയി കിടന്ന് ഉറങ്ങുക സുഖമായിട്ട്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ടോയ്ലറ്റ് തന്നെയല്ലേ ഓർഡർ ചെയ്ത്. ഇതെന്തൊരു ഇലുമിനാറ്റി. അയ്യോ എല്ലാം തന്നെയാണല്ലോ. ഇവിടെ വെച്ചാ എല്ലാ വയസ്സും അത് തന്നെ. Press F to make your toilet. ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന. ഓക്കെ, ഫുഡ് കഴിക്കാറായി വിശക്കുന്നുണ്ട്. സോ F to access computer. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് പുതിയ വീട്ടിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഗൈസ്. പുതിയ വീട്ടിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ആവാനായി ഗൈസ്. സോ നമുക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണം. പ്രസ് C to സ്റ്റോപ്പ് കമ്പ്യൂട്ടർ. ഓക്കെ, അത് ഈ കമ്പ്യൂട്ടർ നമുക്ക് കയ്യിലെടുക്കാം ഗൈസ്. ഇത് കയ്യിലെടുത്തോണ്ട് നമുക്ക് വീട്ടിൽ പോവാം. പുതിയ വീട്ടിലോട്ടെ. എന്താണോ നിനക്ക് വേണ്ടേ? പോടെ. അയ്യോ പോയി മോണിറ്റർ പോയി.
ഓക്കെ, ഇതൂടെ നമുക്ക് ഈ മറ്റേ ഇൻവെൻറ്ററിലോട്ട് വെച്ചിട്ട് നമുക്ക് കാറിൽ പോകാം ഗൈസ്. ചെയ്യാം, അതേ നടക്കുള്ളൂ ഗൈസ്. ഈ കാറൊക്കെ മാറ്റാൻ പറ്റും ഗൈസ്. വേറെ അടിപൊളി കാറൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം മേടിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയി മേടിക്കണം. ഐ ഷുഡ് ഡു മൈ ടോൾസ്. നിനക്ക് എന്താണ് നിനക്ക്? നിനക്ക് ഇപ്പോഴല്ല നീ ടോയ്ലറ്റിൽ പോയേ? നിനക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോയിരിക്കണോ? ടോയ്ലറ്റ് വല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടോയ്ലറ്റ് യോ യോ വേണ്ടേ വേണ്ടേ എന്ത് വേണ്ടേ? അയ്യോ, അതിൻ്റെ കൂടെ കുറവേ ഉള്ളായിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യാം, അതൊന്ന് എന്ത് ചെയ്യേ, ടോയ്ലറ്റിങ് എടുത്തേ. ഇനി എനിക്കൊന്ന് മുമ്പും നോക്കാനില്ല ഗസ്യ. ഞാനൊന്നെ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ, ആരും കഴിവ് നോക്കത്തില്ല. എന്തെങ്കിലും വെച്ചാൽ പോരെ. അപ്പോൾ നമുക്കിത് വണ്ടിക്കകത്ത് വെച്ചിട്ട് വണ്ടി നേരെയാക്കാൻ പറ്റും നമുക്ക് നോക്കണം. സോ അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരാം. ഈ വണ്ടി എങ്ങനെ നേരെയാക്കുന്ന എനിക്ക് കിട്ടി. അതായത് നമ്മൾ ഫോൺ എടുക്കുക. ഇത് പിയറാണ് ഗൈസ്, ആപ്പിളിന് പോലെ. ഓക്കെ, എന്തേലും പാട്ട് എന്നിട്ട് മറ്റേ എന്ത് ചെയ്യും? ഇത് തന്നെ ഈ സാധനം തോന്നുന്നു. ഗോവിന്ദ്ര, ഇത് തന്നെ സോറി. അപ്പോൾ അത് ഈ സാധനം, അതായത് ഇത് ലെറ്റ്സ് ബ്രിങ് യുവർ ഹാവ് ടു ഹോം. ഇത് ഹോമിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ കാറ് വരും ഗൈസ്. കാറ് വന്നല്ലോ, കണ്ടാ നമ്മുടെ കാറ് വന്നേ. സോ നമുക്ക് ഇനി ഒരു വഴിയുണ്ട്. അതായത് ഈ കാർ നമുക്ക് ആ വീട്ടിലോട്ട് കൊണ്ടുപോകണം, പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെന്ന് ഒരു വഴിയുണ്ട്. അതെനിക്ക് വർക്കാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, നമുക്ക് നോക്കി നോക്കാം. അതായത് ഈ നമ്മുടെ ഹൗസ് 5 ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട ഹൗസ് 5 എടുത്തിട്ട് ഈ വണ്ടി മറ്റേ ഈ സംഭവം എടുക്കുക, ആപ്പല്ല, എന്നിട്ട് ഇതെടുക്കുക, ബ്രിങ് ടു ഹോം. ഇനിയിപ്പോൾ ആ വീട്ടിലോട്ട് പോകുമെന്ന് നോക്കാം. കാറ് അതാവുമ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇല്ല, എന്താണത് പോകാത്ത? അങ്ങനെയൊക്കെ പോയായിരുന്നു എന്ത് സിമ്പിളായിരുന്നു. നമുക്ക് ചുമ്മാ ക്യാബൊക്കെ വിളിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു, വേറൊന്നും നോക്കാനേ പോകണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിലേ പോവും. മാറി നിൽക്കണ്ട, അതിൻ്റെ ഇടയ്ക്കൂടെ അയാൾ സർക്കസും കാണിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഈ ഒരു വഴി അങ്ങ് പോയേക്കാം ഗസ്യ. ഇത് നമ്മുടെ വീട്ടിലോട്ട് ഇതായി നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ ശകുനപ്പുഴ. നമ്മുടെ വണ്ടി നല്ല സേഫായിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ഇവിടെ നിർത്തി വണ്ടി. ഓക്കെ, ന്യൂ ഹോം, യു ഷുഡ് ടേക്ക് എ ഷവർ. ഷവർന്ന് വായിക്കാൻ വന്നു. ന്യൂ വീട് തുറക്കാൻ പോകുന്നു ഗൈസ്. ഗൈസ്, അതിന് മുമ്പ് നിങ്ങളുടെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് നമുക്ക് 80 സബ്സ്ക്രൈബേഴ്സ് പാസ്സായിരിക്കുന്നു ഗൈസ്. 80 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. 3 ആഴ്ച കൊണ്ട് നമ്മൾ 80 സബ്സ്ക്രൈബേഴ്സ്, ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും വീഡിയോ ലൈക്ക് അടിച്ചവർക്കും എല്ലാവർക്കും വളരെ ബിഗ് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പം കീപ് സപ്പോർട്ട് ഗൈസ്. ഇങ്ങനെ സപ്പോർട്ട് ഉണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു ഉടനെ തന്നെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിയുന്നവരാകും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ തുറക്കാൻ പോണേ ഗൈസ്. ഞാനല്ല കാണുന്നത്, നിങ്ങളായിരിക്കും ആദ്യം കാണുന്നത് തുറക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നും ഇല്ലായിരുന്നാ അപ്പം ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം, PC സെറ്റപ്പ് ചെയ്യണം. അതാണ് ഗൈസ് ഭയങ്കര ചടങ്ങ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ PC പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബാർഡബ് ഓർഡർ ചെയ്ത്, പിന്നെ നമ്മൾ എന്നാ ഫുഡ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബാർഡബ് ഫ്രിഡ്ജ് ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്യും. ഫുഡ് നമ്മൾ നാളെ ഓർഡർ ചെയ്യും, കാരണം വെച്ചാൽ അല്ലെ ഫ്രഷ്നെസ് പോകും ഗൈസ്, പിന്നെ അത് കഴിക്കാൻ കൊള്ളൂല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് റിയാലിറ്റി, അതാണ് ഈ ഗെയിമിൻ്റെ വേറൊരു മെയിനായിട്ടുള്ളൊരു സംഭവം. www.kingcarnoda.com. ഇവിടെ ഭയങ്കര നമ്മൾ ഫാസ്റ്റ് നെറ്റ് എടുക്കാൻ മറന്നു പോയി ഗൈസ്. ഫാസ്റ്റ് നെറ്റിൽ പോവുക, ഫാസ്റ്റ് നെറ്റിൽ പോയിട്ട് ബൈ കൊടുക്കുക, ഇതിലൂടെ ബൈ ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. നോക്കിക്കോ, പറക്കുക.
എടേ ഇടു. ഇതിനകത്ത് ഏറ്റവും വില കൂടിയതും അടിപൊളിയായിട്ടുള്ള വാദ്യം ഇതാണ്. ഓക്കെ, അതുകൊണ്ട് മേടിച്ച്. ഫ്രിഡ്ജ് ബാക്കിയൊക്കെ നമുക്ക് നാളെ മേടിക്കാം. നാളെ സൗകര്യമായിട്ട് നമുക്ക് മേടിക്കാം. അതായത് ഓടിപ്പിടിപ്പിടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല, ഇത് മേടിക്കാം. ഓക്കെ, ഇപ്പം ഇത്രയും മതി. ഇത് ഓർഡർ ചെയ്ത് കാർട്ട്. ഓക്കെ, ഇന്ന് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും. ഉറങ്ങാൻ പോവാണ് ഗൈസ്. The next day. ലെറ്റ്സ് ഗോ. അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. കംപ്ലീറ്റ് പേയ്മെന്റാ. അയ്യോ, തേങ്ങ കൊല. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഗൈസ്. ഫുഡ് ഇപ്പം അത്യാവശ്യമാണ്. എടാ എന്തുവാടാ തന്നെ. എനിക്ക് എപ്പോഴും എന്താണ് ഇങ്ങനെ എടുത്താ ഇത് വണ്ടി ഇരിക്കുന്ന സൗണ്ട് ഇടില്ലേ? നമുക്കൊന്ന് നോക്കാൻ നേരില്ല. എനിക്ക് എന്ത് ക്രെഡിറ്റ് കാർഡ് നമ്മൾ അത്യാവശ്യം പൈസ ആയിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ്. ഇത് നേരെ എടുക്കും കേസ് വരാനായിട്ട്. അതാണ് ഇത്. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേസ്. നമ്മുടെ ഇത് കണ്ടില്ലേ, 0 ആണ്. ഫുഡ് വന്നാ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടേ. എത്ര ഫുള്ളായില്ലേ? യു ഷുഡ് ടേക്ക് എ ടവർ. പക്ഷേ ഷവർ. എനിക്ക് എന്താണ് ഇങ്ങനെ വായു വരുന്നില്ലല്ലോ. ഒരു കാര്യം, നമുക്കൊരു AC കൂടെ ഓർഡർ ചെയ്തേരാ ഗൈസ്. AC അപ്പോൾ AC ഓർഡർ ചെയ്യാം. ഞാനുണ്ട് വെന്റിലേറ്ററോ. ഇതന്നെ വെന്റിലേറ്റർ എന്നാണോ ഗൈസ് പറയണേ? ഞാൻ അറിഞ്ഞൂട കേട്ടോ. ഇതൊക്കെ ഉണ്ട് അതൊക്കെ സീൻ. എന്തായാലും ഒരു AC നമ്മൾ കാർട്ടിൽ വെച്ചിട്ടുണ്ട്. അതോടെ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇനി എന്താ, ഇതൊക്കെ നമുക്ക് പയ്യെ മേടിച്ചാൽ മതി. ഇപ്പം ധൃതി വേണം, നമുക്ക് പയ്യെ മേടിക്കാം. ക്ലോത്ത് സോ ഡേർട്ടി വെച്ചോണ്ട് അവിടെ ഇരിടാൻ മോനെ. നമുക്ക് നല്ലൊരു ഡ്രസ്സ് മേടിച്ചു. റെഡ് ജാക്കറ്റ് നല്ല തോന്നുന്നു. അപ്പോൾ അതുകൂടെ ഷൂ നല്ല അടിപൊളി ക്യാൻവാസ് ഷൂ ആയിരിക്കും. ക്യാൻവാസ് കൂൾ ടോൾ ബൂട്ട്സ്. അപ്പോൾ ഇത് തന്നെ ഓർഡർ ചെയ്യുന്നത് ബൂട്ട്. ഓക്കെ, ട്രൗസേഴ്സ് അതുപോലെ കൂൾ ജീൻ, ഓൾഡ് ഡിസൈൻ ബ്ലൂ ജീൻ. ഏറ്റവും സ്റ്റാർ ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്യും. നമുക്കൊരു അങ്ങനത്തെ ഒരു ഇതില്ല. ഹാറ്റ് ഒന്നും വേണം. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 4500 സംതിങ് ഉണ്ട്. ഇപ്പോഴാണോ ഇരുന്നത്? ഓക്കെ, ഇന്ന് നമുക്കിത് മിനിമൈസ് ചെയ്ത് ക്യൂ അടിച്ച് ഇത് കിടന്നുറങ്ങിയാലോ ഗൈസ്. എന്താണ് ചെയ്യുക? ടോയ്ലറ്റ് 100. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണം. ഓക്കെ, ഇപ്പോൾ ടോയ്ലറ്റ് 46. യു ഷുഡ് ടേക്ക് എ ടവർ. എടാ നീ മനസ്സിലാക്ക്, ടവർ അല്ലടാ ഷവർ. എന്തിനാടാ നീ ടവർ എന്ന് പറയുന്നത്? എന്തിനാ നീ എടേ അവസ്ഥ തന്നെ ഗൈസ്. അപ്പം നമ്മുടെ ഓർഡർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അതിന് എപ്പോഴാണോ വരുന്നതെന്നും എനിക്ക് അറിഞ്ഞൂടാ. സോ നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങണം ഗൈസ്. ഉറങ്ങിയാലേ നമ്മുടെ ഓർഡർ പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ കഴിച്ചോളൂ. 47 ഇതാണിത്. പെട്ടെന്നാണ് നമ്മുടെ ഉറങ്ങി ഗൈസ്. അപ്പം നമ്മുടെ പെട്ടെന്ന് ഫൺ ഡ്രീംസ് ആർ സീൻ ലേണിംഗ് റൈറ്റ്. ഹീറ്റൊക്കെ ഉണ്ട് ഗൈസ്. അത് നമ്മൾ AC മേടിച്ചിട്ടുണ്ട് ഗൈസിയാ. അപ്പോൾ AC ഉള്ളതുകൊണ്ട് നമ്മൾ കൂൾ ജീനൊക്കെ നമുക്ക് അത് മറ്റേ ഇത്രയും ഒരു സാധനം ചെറിയ പെട്ടിക്കകത്തുകൊണ്ടാ. ക്ലോത്തിങ് ഒക്കെ നമുക്ക് പയ്യെ എടുക്കാം ഗൈസ്. നമുക്ക് ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, സെറ്റ് എയർ കണ്ടീഷനിങ് ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് മാറി. യു ഷുഡ് ടേക്ക് എ ഷവർ. ഫ്രിഡ്ജ് പൊടിച്ചു നോക്കി. ഇനി മിനി ഫ്രിഡ്ജ് വല്ലതാണ്. മിനി ഫ്രിഡ്ജ് എടുത്ത് എന്ത് ലോജിക്ക് ഇല്ലാത്ത ഇതാണ്. ലോജിക്ക് ഒരു മിനിമം ഇച്ചിരി ലോജിക്ക്. അത് മസ്റ്റാണ്, നിർബന്ധ. എന്താടേ അത്?
ഒട്ടും ലോജിക്കില്ലാത്ത പരിപാടിയായി പോയി. ഇത് മേടിക്കണം ഗൈസ്, വിശക്കണ്. നമുക്ക് ബാത്ത് ചെയ്യാം, നല്ലൊരു കുളി. ഓക്കെ, ആ ഒരു കുളി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതാണ് പോയി ഇനി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏസിയ ഇനി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഓക്കെ, ഇത് ഇത്രയും വലിയ ജീന് അല്ല, ഇത്രയും ചെറിയ ജീന് അത്രയും വലിയ ഇതിനകത്ത് ഐ ഷുഡ് ഡൂ മൈ ടോയ്ലറ്റ് ട്രാൻസ്ഫർ. എടാ അവൻ എന്തുവാടാ? ഓക്കെ വെരി ക്ലീൻ. നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ പറ്റുമല്ലേ? അത് കൊള്ളാം. ഹാറ്റൊന്നും നമുക്ക് വേണ്ട ഗൈസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ക്യാറ്ററിനെ കാണാൻ പറ്റില്ല ഗൈസ്, അതാണ് എൻ്റെ ഒരു ഇത്. വീട്ടിൽ പോയി അത് റെഡിയാക്കി. ഈ കറക്റ്റ് ഡോർ അടച്ചേക്കാം. ബെഡൊക്കെ മേടിക്കാം ഗൈസ് നമുക്ക്. പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് കുറേ ലോങ് ആയി. അപ്പം ഞാൻ അടുത്തൊരു എപ്പിസോഡ് ഉറപ്പായിട്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മളീ കാണുന്ന ഈ ഒരു റൂം അടുത്ത എപ്പിസോഡ് നമ്മൾ അടിപൊളി ഗെയിമിംഗ് റൂം ആകും ഗൈസ്. അപ്പം എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി, ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ജസ്റ്റ് ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നടത്തി തരാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പം ഉടനെ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. വേറൊരു കാര്യം, ഇത് നമ്മുടെ സോറോ ഗെയിമിങ്ങിൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഇടയ്ക്കായിട്ട് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു വലിയൊരു കാര്യം സംഭവിച്ചു. അതായത് നിങ്ങൾക്ക് GTA സ്റ്റുഡിയോസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് ഇതൊരു ഏകദേശം 16K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലാണ്. സോ GTA സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, അതായത് ആ ഒരു യൂട്യൂബറിൻ്റെ കൂടെ ഞാൻ GTA 5 ഓൺലൈൻ ഞാൻ കളിച്ച് കേസ്. ആ ചാനലിൽ ലൈവ് വന്നിട്ടുണ്ട്. അപ്പം ലൈവിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ആ GTA സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് എത്ര ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. ഓക്കെ, അതായത് അത്രയും വലിയൊരു യൂട്യൂബറിൻ്റെ കൂടെ ഇതുവരെ ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. സോ ഗൈസ്, അപ്പം എല്ലാവരും അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ പാട്ടിൻ്റെ സെക്കൻഡ് എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ഗൈസ് ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഓക്കെ, അപ്പം ഹാവ് എ നൈസ് ഡേ. ബൈ ഗൈസ്. So hello guys, welcome back to my channel. Ojilil. ഓപ്പ് തന്നെ. So hello. മൈക്ക്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ്, ഇതിൻ്റെ പേരാണ് അപ്പോൾ ഗൈസ് ലാഗ് അടിപ്പിക്കാൻ നമ്മുടെ ഗെയിം പ്ലേ